നമസ്കാരം. വിജയുടെ രാഷ്ട്രീയ പ്രവേശനം വർഷങ്ങളുടെ ഒരുക്കത്തിനു ശേഷം താൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആർക്കും തടയാനാവില്ലെന്ന് പ്രഖ്യാപിച്ചത് 2009-ലാണ്. ആരാധക സംഘമായ വിജയ് മക്കൾ ഇയക്കം രൂപീകരിച്ച് 15 വർഷത്തിനു ശേഷം 49-ാം വയസ്സിൽ തമിഴക വെട്രിക്കഴകമെന്ന രാഷ്ട്രീയ പാർട്ടിയായി മാറുമ്പോൾ മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് ചങ്കിടിപ്പേറെയാണ്. രാഷ്ട്രീയമെന്ന മഹാസാഗരം നീന്തിക്കടക്കാൻ വിജയ് ശ്രമിക്കട്ടെ എന്ന് അണ്ണാ DMK പ്രതികരിച്ചപ്പോൾ ആശംസ നേരുക മാത്രമാണ് DMK ചെയ്തത്. 1.5 പതിറ്റാണ്ടിനിടെ പലതവണ ആരാധക സംഘവുമായി കൂടിക്കാഴ്ച നടത്തിയ വിജയ് ബൂത്ത് കമ്മിറ്റികൾ രൂപീകരിക്കാൻ അംഗങ്ങളെ ചുമതലപ്പെടുത്തിയിരുന്നു. രാഷ്ട്രീയ തന്ത്രജ്ഞനുമായി ഒട്ടേറെ ചർച്ചകൾ നടത്തി. 2020 ജൂണിൽ സംഘടന രജിസ്റ്റർ ചെയ്തെങ്കിലും പിതാവ് S ചന്ദ്രശേഖറുമായുള്ള തർക്കത്തിനൊടുവിൽ പിരിച്ചുവിട്ടു. എന്നാൽ 2023 മുതൽ കൃത്യമായി കരുനീക്കം നടത്തിയ വിജയ് പൊതുപരിപാടികൾ സംഘടിപ്പിച്ചു സാന്നിധ്യം ശക്തമാക്കി. ദളപതി എന്ന തനിക്കുള്ള വിശേഷത്തെ രാഷ്ട്രീയമായി ഉയർത്തിക്കാട്ടി. MGRനും ജയലളിതയ്ക്കും ശേഷം സിനിമയിൽ നിന്നെത്തി പച്ച പിടിച്ചവർ ഇല്ലാത്ത രാഷ്ട്രീയത്തിലേക്കാണ് വിജയുടെ വരവ്. ദ്രാവിഡ മുന്നേറ്റ കഴകം എന്ന ശക്തിയിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ് MGR അണ്ണാ DMK രൂപീകരിച്ചു വിജയിച്ചു കയറിയ അവസ്ഥയിലല്ല ഇപ്പോൾ സംസ്ഥാനം. MGRന്റെ തന്നെ കരുത്തിൽ ജയലളിത തമിഴകം അടക്കി ഭരിച്ചെങ്കിലും ലക്ഷ്യം നിറവേറ്റാതെ പരാജയപ്പെട്ട ഒരു നിലയിലാണ് കൂടുതൽ. DMDK രൂപീകരിച്ച് വിജയകാന്ത് നടത്തിയ പ്രവർത്തനങ്ങൾ പ്രതിപക്ഷ നേതൃപദവി വരെ മാത്രമാണ് എത്തിയത്. പിന്നാലെ കമലഹാസൻ എത്തിയെങ്കിലും അദ്ദേഹത്തിന്റെ പാർട്ടി മക്കൾ നീതി മയക്കത്തിന്റെ ടോർച്ച് തെളിഞ്ഞിട്ടില്ല. ശരത് കുമാറിന്റെ സമത്വ മക്കൾ കക്ഷി പേരിൽ മാത്രം ഒതുങ്ങി. DMKയിൽ നിന്ന് കോൺഗ്രസിലേക്ക് പിന്നീട് BJPയിലേക്കും പോയ നടി ഖുശ്ബു തിരഞ്ഞെടുപ്പിന് ഇതുവരെ വിജയിക്കാനായില്ല. നെപ്പോളിയൻ കേന്ദ്രമന്ത്രി വരെ എത്തിയെങ്കിലും രാഷ്ട്രീയം ഉപേക്ഷിച്ച സ്ഥിതിയിലാണ് ഇപ്പോൾ. സൂപ്പർ സ്റ്റാർ രജനീകാന്ത് പാതിവഴിയിൽ രാഷ്ട്രീയ മോഹം ഉപേക്ഷിച്ചു. രാഷ്ട്രീയ പാരമ്പര്യത്തിന്റെ പിന്തുണയോടെ സിനിമയിലെത്തി പിന്നീട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ ഉദയനിധി സ്റ്റാലിൻ നിലവിൽ പിച്ച വെച്ചു വരുന്നതേയുള്ളൂ.